ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. സംഗതി ഇത് വർക്കൗട്ട് പോയിട്ട് വരുന്ന സമയത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ സൺഡേ ആയില്ല, അല്ലാത്ത ദിവസങ്ങളിൽ നേരത്തെ പോവും. 6 to 7 ആണ്. അപ്പോൾ ഒരു 5-നെങ്കിലും എഴുന്നേറ്റ് 5-ന് മുമ്പ് എഴുന്നേൽക്കണം, എന്നാലാണ് അവിടെ ഒരു 5:45 ആകുമ്പോഴേക്ക് എത്താൻ പറ്റുള്ളൂ. ഇവിടുന്ന് 50 മിനിറ്റ്സേ വേണ്ടൂ, എന്നാലും നമ്മൾ റെഡി ആവണം. ഇത് വരുന്ന വഴിയിൽ മഴയും മഴക്കാറും ഞങ്ങളുടെ പെരിങ്ങാവ് സൈഡും അവിടെ പലാസോ ബിൽഡിങ്ങും ഒക്കെയാണ്. ഇത് നല്ല അടിപൊളിയല്ലേ ലുക്ക്? വാവ്, ഞാൻ തന്നെ വാവ് എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ സ്ഥലമൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ നമുക്ക് നല്ല രസമല്ലേ ഈ മഴത്തുള്ളികൾ കൂടെ ഈ സൈഡ് വ്യൂ കാണുന്നത്, ഭയങ്കര രസമാണ്. അപ്പോൾ എൻ്റെ വീട്ടിലേക്ക് എത്താറായി. അതാ, അപ്പോൾ ഗേറ്റ് ഓട്ടോമാറ്റിക്കല്ല, നമ്മൾ ആരെങ്കിലും എന്നെ പോയിട്ട് തുറക്കണം, അതാണ്. ഹലോ, അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം രാവിലെ പോവും വർക്കൗട്ടിനും കാര്യങ്ങൾക്കൊക്കെ. അതിപ്പോൾ ഒരു 6 to 7 ആണ്. അപ്പോൾ ആ ഒരു ടൈം ആയതുകൊണ്ട് നേരത്തെ എണീറ്റിട്ട് തന്നെ പോകണം. പോയി വരുമ്പോൾ ഒരു ഫ്രഷ് ആട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മടിയാണ്, കാരണം ഇങ്ങനെയാണ് വരിക. മഴയാണ് കേട്ടോ, രാവിലെ തന്നെ മഴയാണ്. നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകണം. നമ്മുടെ പേപ്പർ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, പൊതിഞ്ഞ് കെട്ടിയ പേപ്പർ ഉണ്ടാവും, അതൊന്ന് എടുക്കണം. അയ്യാ, ഇതൊക്കെ അവിടെ ഇട്ട് ഇനി ഇതിനൊക്കെ ഒന്ന് ശരിക്ക് പുറത്തൊക്കെ എടുത്ത് റെഡി ആക്കണം. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ രാവിലെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അറ്റ്ലസ് ഉണ്ടല്ലോ, അവങ്ങനെ റെഡി ആയിട്ട് നിൽക്കട്ടോ. അവനെയും നടക്കാൻ പോവാൻ, വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ അവനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് നടത്താൻ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ പിന്നെ നേരെ ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ ചൂടുവെള്ളവും ജീരകവും കറുവപ്പട്ടി നാരങ്ങയ്ക്കുള്ള വെള്ളം കുടിച്ച് അങ്ങനെ പോണത്. ഒട്ടും തടിയിലായിരുന്നു കേട്ടോ, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം കൊണ്ട് പിന്നെ തടി വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറയുമോ? നമ്മൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും തടി വന്നോളൂ, ഒരവസ്ഥയല്ലേ ഉണ്ടാവും. അപ്പം നമ്മൾ പറയല്ലോ, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തടി കുറയ്ക്കുക എന്നുള്ളതല്ല, ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ മുമ്പ് ഗ്രൗണ്ടിൽ നടക്കാൻ പോകും. അത് ഭയങ്കര വൈബാട്ടോ, അത് വേറെ വൈബാണ്. വീഡിയോസ് ഇടാറുണ്ടല്ലോ. നടക്കാൻ പോണ സമയത്ത് ആ വടക്കനാഥൻ്റെ അവിടുത്തെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ഇത് ജിമ്മിലേക്ക് പോണത് കൂടാതെ അങ്ങോട്ടും കൂടി വർക്കൗട്ടിന് പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച, ഇപ്പോൾ രാവിലെ ഇവിടെ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇനിയിപ്പോൾ കുറച്ച് അടുക്കള പണികളുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഓട്സും ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ബാക്കി ദോശ ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ ചെറിയ പണികൾ. അപ്പോൾ സെർവൻ്റ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഇന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നേരത്തെ വരില്ല, ഒന്നരാടാണ്. അപ്പം അങ്ങനെ ആ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ടെൻഷനില്ല, ഇവിടെ സുഖമായിട്ടിരിക്കുക. പുള്ളിക്കാരത്തി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആക്കിക്കോളും. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വേണം. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും സഹായിക്കട്ടോ, അതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, അങ്ങനെ ഇന്നയാളുടെ ജോലി ഇന്നൊന്നുമില്ല, വെരി ലക്കി, ടച്ച് വുഡ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു മടി അങ്ങനെയൊന്നുമില്ല. എൻ്റെ കൂടെ ഏട്ടനും നന്നായിട്ട് സഹായിക്കാൻ കൂടാറുണ്ട്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവുന്ന സമയത്ത് ആളൊപ്പുണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്, എന്നെ സംബന്ധിച്ചിട്ട്. പ്രത്യേകിച്ച് 2 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ നമുക്ക് എന്താ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമുക്കൊരു പനിയൊക്കെ ആണെങ്കിൽ അമ്മമാരുടെ വലിയൊരു സങ്കടം എന്താ, അവരെ മക്കളെ സ്കൂളിലേക്ക് അയക്കണം, എന്തുണ്ടെങ്കിലും അമ്മമാരെ അവിടെ നിന്ന് എണീക്കണം, എന്നാൽ തന്നെയാണ് സംഗതി നടക്കുള്ളൂ. അവർക്ക് പനിയാണ് വയ്യാന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ പനി ആരും അന്വേഷിക്കാനും വരില്ല. അപ്പോൾ അതാണ് അമ്മ റോഡുകളുടെ ഒരു ഇത്. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഉള്ളൊരു സമയത്ത് കുറച്ചായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള കാരണം കൊണ്ട് നമുക്കൊന്ന് വയ്യാന്നോ തലവേദന അങ്ങനെ എന്ത് കാര്യങ്ങൾ നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കൊരു സന്തോഷമാണ്, ഒരാളുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഞാൻ പറയും, ഇവിടെയൊക്കെ എന്തെങ്കിലും വീണ് കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയ പോലും ഇല്ല എന്ന് പറയും. നമ്മളെ എല്ലാ വീടുകളുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും ലൈഫിൽ സാക്രിഫൈസ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൗൺസിലിങ്ങിൻ്റെ 1-2 ഫോൺ കൗൺസിലിംഗ് ഉണ്ട്, അങ്ങനെയാണുള്ളത്. അപ്പോൾ പിന്നെ നമുക്ക് എവിടെ ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ കൗൺസിലിംഗ് റൂം, അത് വേറൊരു ഇതിൽ കാണിക്കാം. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത്
എത്ര മണിക്കൂർ വേണ്ടി വരുന്നൊന്നും അറിയില്ല. പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റീൽസും വീഡിയോസൊക്കെ ആയിട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി പറയാം. എൻ്റെ കെട്ടൊക്കെ നിവർത്തിയിട്ടാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പേപ്പർ വായിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അടുക്കളയൊക്കെ പിന്നീട്, എന്നിട്ട് വേണം ചെയ്യാൻ. നടുറോട്ടി നാടൻ ബോംബ് പൊട്ടി, യുവാവ് പിടി. ബോംബ് പൊട്ടുക, കഞ്ചാവ് കേസ്, എന്തെല്ലാം കാര്യങ്ങളാണ്. കംപ്ലീറ്റ് ബാക്കി പരസ്യം അല്ല, അവർക്ക് എന്തെങ്കിലും വേണ്ടേ. കേദാർനാഥിൽ മഞ്ഞുമല ഇടിച്ച്, അപ്പോൾ മൊത്തം നെഗറ്റീവാണല്ലോ രാവിലത്തെ ന്യൂസുകൾ. ഈ നാടൻ ബോംബ് പൊട്ടിക്കുക, ചാവക്കാട് അല്ലേ, അതുമാതിരി കല്ല് നിറച്ചിട്ട് ബോംബ് നിർമ്മാണം സ്ഥിരം കുറ്റവാളി. തൃശ്ശൂർ ജില്ലയ്ക്ക് ഇന്ന് 75ാം പിറന്നാൾ. വാവ്, ഹാപ്പി ബർത്ത്ഡേ തൃശ്ശൂർ ജില്ല, ഹാപ്പി ബർത്ത്ഡേ തൃശ്ശൂർ. അടിപൊളി. കളക്ഷൻ ഓഫ് ഡ്രീംസ്, കളക്ടർ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ. IT വാടരുത് പച്ചരിപ്പ്, എന്തെങ്കിലുമൊക്കെ ആവട്ടെ. എന്തായാലും എൻ്റെ നാട് എൻ്റെ ജില്ല എന്നൊരു സ്നേഹം ഉണ്ടാവണമല്ലോ. ഹാപ്പി ബർത്ത്ഡേ തൃശ്ശൂരെ. നമ്മൾ എന്താണ് കേട്ടോ, നോവയുടെ ഇത് ക്യാൻറ്റീനിൽ നിന്ന് വാങ്ങണതാണ്. എളുപ്പപ്പണിക്ക് ചമ്മന്തി ചൂടാക്കാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കും. ഇതെൻ്റെ ഭക്ഷണമാണ് കേട്ടോ, ഓട്സും ഫ്രൂട്ട്സും ഉള്ളത്. നമ്മൾ രാവിലെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അറ്റ്ലസ് ഉണ്ടല്ലോ, അവങ്ങനെ റെഡി ആയിട്ട് നിൽക്കട്ടോ. അവനെയും നടക്കാൻ പോവാൻ, വലിയ മഴയൊന്നും ഇല്ലെങ്കിൽ അവനെയും കൊണ്ടൊന്ന് പുറത്തേക്ക് നടത്താൻ കൊണ്ടുപോകും. ഇല്ലെങ്കിൽ പിന്നെ നേരെ ഇങ്ങനെ അകത്തേക്ക് കയറുകയാണ്. അപ്പോൾ രാവിലെ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ നമ്മുടെ ചൂടുവെള്ളവും ജീരകവും കറുവപ്പട്ടി നാരങ്ങയ്ക്കുള്ള വെള്ളം കുടിച്ച് അങ്ങനെയാണ് പോണത്. ഒട്ടും തടിയിലായിരുന്നു കേട്ടോ, ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസിൻ്റെ ഇഷ്യൂസൊക്കെ കാരണം കൊണ്ട് പിന്നെ തടി വന്നു. അപ്പോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറയോ, നമ്മൾ ഭക്ഷണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും തടി വന്നോളൂ, ഒരവസ്ഥയിലുണ്ടാവും. അപ്പം നമ്മൾ പറയല്ലോ, ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തടി കുറയ്ക്കുക എന്നുള്ളതല്ല, ഹെൽത്തി ആയിട്ടിരിക്കുക, നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പം ഞങ്ങൾ മുമ്പ് ഗ്രൗണ്ടിൽ നടക്കാൻ പോകും. അത് ഭയങ്കര വൈബാട്ടോ, അത് വേറെ വൈബാണ്. വീഡിയോസ് ഇടാറുണ്ടല്ലോ. നടക്കാൻ പോണ സമയത്ത് ആ വടക്കനാഥൻ്റെ അവിടുത്തെ ആ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് ഇതാണ്. അപ്പം ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ഇത് ജിമ്മിലേക്ക് പോണത് കൂടാതെ അങ്ങോട്ടും കൂടി വർക്കൗട്ടിന് പോകും. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ തിങ്കളാഴ്ച, ഇപ്പോൾ രാവിലെ ഇവിടെ വന്നു. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, ഇനിയിപ്പോൾ കുറച്ച് അടുക്കള പണികളുണ്ട്. അപ്പോൾ എനിക്ക് ഈ പറഞ്ഞ മാതിരി ഓട്സും ഫ്രൂട്ട്സും അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ പിന്നെ ബാക്കി ദോശ ഉണ്ടാക്കണം. അങ്ങനെ കുറച്ച് നേരത്തെ ചെറിയ ചെറിയ പണികൾ. അപ്പോൾ സെർവൻ്റ് ഉണ്ടാവാറുണ്ട്, അപ്പോൾ ഇന്നില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ്. ഇല്ലെങ്കിൽ എല്ലാ ദിവസവും രാവിലെ നേരത്തെ വരില്ല, ഒന്നരാടാണ്. അപ്പം അങ്ങനെ ആ വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ടെൻഷനില്ല, ഇവിടെ സുഖമായിട്ടിരിക്കുക. പുള്ളിക്കാരത്തി ഇവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിക്കോളും. അപ്പോൾ അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വേണം. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും സഹായിക്കട്ടോ, അതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റും, അങ്ങനെ ഇന്നയാളുടെ ജോലി ഇന്നൊന്നുമില്ല. വെരി ലക്കി, ടച്ച് വുഡ്, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. കാരണം അങ്ങനെ ഒരു മടി അങ്ങനെയൊന്നുമില്ല. എൻ്റെ കൂടെ ഏട്ടനും നന്നായിട്ട് സഹായിക്കാൻ കൂടാറുണ്ട്. അതുമാത്രമല്ല, അതുകൊണ്ട് തന്നെ ഹസ്ബൻഡ് നാട്ടിലുണ്ടാവുന്ന സമയത്ത് ആളൊപ്പുണ്ടാവുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നെ സംബന്ധിച്ചിട്ട് പ്രത്യേകിച്ച് 2 ആൺകുട്ടികളാണുള്ളത്. അപ്പോൾ നമുക്കെന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാവിലെ നമുക്കൊരു പനിയൊക്കെ ആണെങ്കിൽ അമ്മമാരുടെ വലിയൊരു സങ്കടം എന്താ, അവരെ മക്കളെ സ്കൂളിലേക്ക് അയക്കണം, എന്തുണ്ടെങ്കിലും അമ്മമാരെ അവിടെ നിന്ന് എണീക്കണം, എന്നാൽ തന്നെയാണ് സംഗതി നടക്കുള്ളൂ. അവർക്ക് പനിയാണ് വയ്യാന്നൊന്നും പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. അവരുടെ പനി ആരും അന്വേഷിക്കാനും വരില്ല. അപ്പോൾ അതാണ് അമ്മ റോഡുകളുടെ ഒരു ഇത്. എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പോൾ ഉള്ള ഒരു സമയത്ത് കുറച്ചായിട്ട് ഹസ്ബൻഡ് നാട്ടിലുള്ള കാരണം കൊണ്ട് നമുക്കൊന്ന് വയ്യാന്നോ തലവേദന അങ്ങനെ എന്ത് കാര്യങ്ങളും നമുക്ക് പ്രശ്നങ്ങളുണ്ടെങ്കിലും നമുക്കൊരു സന്തോഷമാണ്, ഒരാളുണ്ട് നമുക്ക്. അല്ലെങ്കിൽ ഞാൻ പറയും, ഇവിടെയൊക്കെ എന്തെങ്കിലും വീണ് കിടന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അറിയ പോലും ഇല്ല എന്ന് പറയും നമ്മളെ. എല്ലാ വീടുകളുടെയും അവസ്ഥ അത് തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും ലൈഫിൽ സാക്രിഫൈസ് ചെയ്യുന്നത് പല രീതിയിലാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കൗൺസിലിങ്ങിൻ്റെ 1-2 ഫോൺ കൗൺസിലിംഗ് ഉണ്ട്, അങ്ങനെയാണുള്ളത്.
അപ്പോൾ പിന്നെ നമുക്ക് എവിടെ ഇരുന്ന് എങ്ങനെ വേണമെങ്കിലും ആവാം. അല്ലെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടില്ലേ കൗൺസിലിംഗ് റൂം, അത് വേറൊരു ഇതിൽ കാണിക്കാം. കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് എത്ര മണിക്കൂർ വേണ്ടി വരുന്നൊന്നും അറിയില്ല. പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം റീൽസും വീഡിയോസൊക്കെ ആയിട്ടിരിക്കും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വന്നിട്ട് ബാക്കി പറയാം. ഈ ജനൽ കൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല രസമാട്ടോ. അവിടെ ചാമ്പ കുറേ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാം കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുള്ള വീഡിയോ ഇത് കഴിഞ്ഞിട്ട് ഇടാം, പാർട്ട് 2 ആയിട്ട്. അപ്പോൾ സതീഷേട്ടൻ